ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഇതേ അനുമോൻ്റെ ആഗ്രഹം പക്കവടയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പക്കവട കിടക്കട്ടെ. അപ്പം സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് എങ്ങനെ പക്കവട ഉണ്ടാക്കാന്നുള്ള രീതിയിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ പക്കവടയുടെ പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ എല്ലാം കുനുകുനാന്ന് അരിയണം. അപ്പോൾ നമ്മളായിട്ട് ആ രീതി മാറ്റി വെക്കേണ്ട. എല്ലാം കുനുകുന അരിഞ്ഞിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകിന് പകരം നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈദ ഇട്ടു, കടലപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ ആക്കിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ സോഡാപ്പൊടി ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തിളച്ച് വരുന്ന സൺഫ്ലവർ ഓയിലിലോട്ട് നമ്മൾ ഈ ബാറ്റർ കുറച്ച് ചായിട്ട് ഇട്ടു. അപ്പോൾ അതെ, ന്യൂട്രലയുടെ കാര്യത്തിൽ അവിടെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി രാത്രിയാണ്. അപ്പോൾ അതെ, നമ്മുടെ പക്കവട അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കട്ടൻ ചായയും പക്കവടയും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ പ്രത്യേകിച്ച് തണുപ്പും മഴയും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ അതെ, കുഞ്ഞുങ്ങളെ പേരും പറഞ്ഞ് നമുക്കും കഴിക്കാം, അവർക്കും കൊടുക്കാം. മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കാം.